അപ്പൊ രണ്ട് മതങ്ങൾ എടുത്തിട്ട് ഒരു മതം മെച്ചമാണെന്ന് പറയുന്നത്, വിവരക്കേടിൽ ഞങ്ങൾ അഗ്രഗണ്യരാണെന്ന് പറയുന്നത് കവിഞ്ഞെന്ത് വ്യത്യാസമുള്ളൂ. ഇതുപോലുള്ള ആശയങ്ങൾ ഉപയോഗിച്ച് ആളുകളെ ധ്രുവീകരിച്ച് അറിഞ്ഞുകൂടാത്ത ആളുകളെ ഭ്രമിപ്പിച്ച് അവരുടെ ജീവിതം ഭയങ്കര സംഭവമാണെന്ന് അവരെ തോന്നിപ്പിച്ച് ഐക്യം ഉണ്ടാക്കി വോട്ട് ചെയ്യിക്കണമെന്നുള്ളത് ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്ന സാധനമാണ് നമ്മൾ ഇന്ന് കാണുന്ന BJP പ്രചരിപ്പിക്കുന്ന ഹിന്ദുമത വിശ്വാസം. നമ്മൾ കാണുന്നതല്ലേ പാർലമെന്റിൽ ജയ് ശ്രീറാം വിളി അങ്ങ് നിർത്തിയിട്ട് ജയ് ജഗന്നാഥ് എന്നൊക്കെ വിളിക്കാൻ തുടങ്ങുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന നമുക്ക് തന്നെ നാണം തോന്നത്തില്ലേ? എന്തിനാണ് ഇവരിത് ഇങ്ങനെ മാറ്റുന്നത്? ശ്രീരാമന് വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കിയതിനെ പറ്റി ഒരു അക്ഷരം പോലും മിണ്ടാത്ത ഒരു പ്രസംഗമാണ് ഇത്തവണ പാർലമെന്റിലെ മോദി ചെയ്തത്. എത്ര പെട്ടെന്നാണ് അയാൾ മാറിയത്? ജഗന്നാഥൻ എന്ന് പറയുന്നത് ആരാണിത്? ഇതുവരെ ജയ് ശ്രീറാം എങ്ങനെയാണ് ജഗന്നാഥനായി പോയത്? അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അയാളൊരു ശ്രീരാമ വിശ്വാസി പോലുമല്ല. അത് ഉപയോഗിച്ച് ആളെ പിടിക്കാൻ നോക്കിയപ്പോ അതിനകത്ത് പരാജയപ്പെട്ടു എന്ന് കണ്ടപ്പോ എന്നാ ഇനി ജഗന്നാഥനാകുമ്പോ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെ കൂടെ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തിനെ പിടിക്കാമെന്ന് തീരുമാനിക്കുന്ന യുക്തി അല്ലെ പെട്ടെന്ന് മാറ്റിക്കളയുന്ന ഇത്തരത്തിലുള്ള വോട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ വിശ്വാസ ലോകങ്ങളാണ് അവിടെ മുഴുവനുള്ളത്. ഏതെങ്കിലും ഒരു വിഭാഗം മോശമാണ്, ആ വിശ്വാസം മോശമാണ് എന്ന് പറയാനായിട്ട് എന്ത് വ്യത്യാസമുള്ളത്? അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, വിവരക്കേടിൽ ഞങ്ങൾ മെച്ചപ്പെട്ടവരാണ് എന്ന് പറയാനല്ലേ ഒരു മതവിശ്വാസി ആയിരിക്കുന്നവൻ എന്റെ മതം നല്ലതാണെന്ന് പറയുമ്പോൾ വേറെ എന്തർത്ഥം ഉണ്ടാവും? ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഈ സ്ഥലത്തിരുന്നുകൊണ്ട് ഇസ്ലാം പ്രീണനം എന്നൊക്കെ പറയുന്നത് പൗരരെ കാണാത്ത മനുഷ്യരുടെ ബോധമല്ലേ?